ഹായ്, എല്ലാവർക്കും സിമ്പിൾ ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മിക്സി സർവീസിംഗ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരു 10-13 വർഷം പഴക്കമുള്ളൊരു മിക്സിയാണ്. അത് കേടായി കിടക്കുകയാണ്. അത് ചെറിയ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് നന്നാക്കാം. വൈൻഡിങ് ഒക്കെ കത്തിപ്പോയതാണ്, നമുക്കൊരു ടെക്നീഷ്യനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഒന്ന് അഴിച്ച് ഇത് പരിശോധിക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ ശരിയാക്കാൻ ഉദ്ദേശിക്കുന്ന മിക്സി. വളരെ പഴയതാണ്. ഓണാക്കി നോക്കാം ഓണാകുന്നുണ്ടോയെന്ന്. ഓണാകുകയില്ല, ചുമ്മാ ചെക്ക് ചെയ്തൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് കേടായിരിക്കുകയാണ്, എന്തോ പറ്റിയതാണ്. നമുക്ക് ആദ്യം അതിൻ്റെ അതിൻ്റെ ജാറിലേക്കുള്ള ആ ഒരു വീല് അഴിച്ചെടുക്കാം. അതിനുശേഷം സ്ക്രൂ ഇളക്കി അഴിക്കാം. ഉപയോഗിക്കാതിരുന്നതാണ്, അതുകൊണ്ട് ചെളിയൊക്കെ പരമാവധി കഴുകി വൃത്തിയാക്കാൻ നോക്കി. അത്രേ പറ്റുള്ളൂ. ഒരു കാന്തം എടുത്ത് വയ്ക്കുവാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ സ്ക്രൂ ഒക്കെ നഷ്ടപ്പെടാതെ എടുത്ത് വയ്ക്കാം. നമ്മളത് അഴിച്ചെടുത്തു. ഇനി അതിൻ്റെ ആ സർക്യൂട്ടുകൾ അഴിക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കണം. കാരണം ഇല്ല, നമ്മളത് മറന്നു പോകും ഏതൊക്കെ എവിടെയായിരുന്നു എന്ന്. മാറിപ്പോയാൽ ചിലപ്പം നല്ല അപകടം ഉണ്ടാകാം, അതുപോലെ അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കാം. നമ്മളൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതെല്ലാം കണക്ഷനെല്ലാം നമുക്ക് അഴിക്കാം. അതതിൻ്റെ കൺട്രോളർ എന്നുള്ള കണക്ഷനാണ്, അതും അഴിച്ചു. പിന്നെ അതിനൊരു എർത്തുണ്ട്. എർത്ത് മോട്ടറിൻ്റെ ബോഡിയിൽ നിന്നാണ് എർത്ത് ചെയ്തേക്കുന്നത്. അതും അഴിച്ചെടുക്കാം. അത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കാണ്. സ്ക്രൂ അഴിച്ച് നമുക്ക് എടുക്കാം. ന്യൂട്രൽ കോമൺ ആയിട്ട് പോയേക്കാണ്. അപ്പോൾ ന്യൂട്രൽ ഡയറക്റ്റ് മോട്ടറിലേക്ക് കൊടുത്തേക്കാണ്. അതും അഴിച്ചെടുക്കാം. ഇനി മോട്ടർ ഊരിയെടുക്കണമെങ്കിൽ ആ മുകളിൽ കാണുന്ന അതിൻ്റെ താഴത്തെ ആ പീസ് അത് അഴിച്ചെടുക്കണം. അതിൻ്റെ അവിടെ ഒരു 4 സ്ക്രൂ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് 4 അഴിച്ചെടുത്താലാണ് മോട്ടർ അഴിക്കാൻ പറ്റുള്ളൂ. നല്ല നീളമുള്ള സ്ക്രൂ ഡ്രൈവർ വേണം. ഇച്ചിരി അകത്തായിട്ടാണ് ആ സ്ക്രൂ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിനെ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇളക്കിയെടുക്കാം. വയറുകളൊക്കെ ഉടക്കാൻ സാധ്യതയുണ്ട്, അതൊക്കെ നോക്കി വേണം എടുക്കാനായിട്ട്. അപ്പം അതാണ് ഇതിൻ്റെ മോട്ടർ. അപ്പം ഇതിൻ്റെ ബ്രഷ് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം, ബ്രഷ് പോയോന്ന്. ആദ്യത്തെ ബ്രഷ് നമ്മൾ ഊരിയെടുത്തു, അതിന് കുഴപ്പമൊന്നുമില്ല. ആർമേച്ചറിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് ബ്രഷ് വഴിയാണ്. ബ്രഷുള്ള മോട്ടറാണ്. ബ്രഷ് ഇല്ലാത്ത മോട്ടറുണ്ട്, മിക്സിയിലൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷുള്ള മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രഷ് പോയതാണ്. അത് അതിൻ്റെ ആ തേഞ്ഞ് തീർന്നിട്ടുമുണ്ട്. പിന്നെ അതിൻ്റെ ആ ചെമ്പ് കമ്പി കത്തിപ്പോയിട്ടുണ്ട്. അപ്പം ആർമേച്ചറിലേക്ക് കറണ്ട് എത്തില്ല, അതാണ് പ്രശ്നം. കറണ്ട് എത്താത്തതുകൊണ്ടാണത് ഓണാകാതിരുന്നത്. അപ്പോൾ അത് ഒരു കാർബൺ ആണ്. അപ്പോൾ ആ ബ്രഷ് മാറിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിയാക്കി എടുക്കാം. ഞാൻ നേരത്തെ ബ്രഷ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആരെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് അഴിച്ചിട്ട് ആ അളവിലുള്ള ബ്രഷ് തന്നെ കടയിൽ പോയി മേടിക്കണം. ഒരു 20 രൂപയൊക്കെയാണ് വിലയാകുള്ളൂ. വെറും 20 രൂപയ്ക്ക് നമുക്ക് കേടായ മിക്സി നന്നാക്കാം. അപ്പോൾ ബ്രഷുണ്ട്. ഞാൻ വെറുതെ ആ മോട്ടറും കൂടി ഒന്ന് അഴിച്ച് കാണിക്കാം. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. അതിൻ്റെ സൈഡിൽ 2 സ്ക്രൂ ഉണ്ട്, സ്ക്രൂവും ബോൾട്ടും. അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ മുഴുവനായിട്ടും അഴിക്കാം. ബ്രഷ് മാറിയിടേണ്ട ആവശ്യമുള്ളൂ. അടിയിലത്തെ ക്യാപ്പ് ആണത്, അതങ്ങ് ഊരിയെടുത്ത് മാറ്റി വെച്ചു. മുകളിലത്തെ ക്യാപ്പും ഊരി. അപ്പോൾ അർമേച്ചർ അതിൻ്റെ കൂടെ തന്നെ ഊരി പോന്നു. അതാണ് അർമേച്ചർ കറങ്ങുന്നത്. അതും അതേ നിന്ന് സിമ്പിളായിട്ട് അഴിച്ചെടുക്കുക. ഒരു ഫാനുണ്ട്, അതിൻ്റെ ഇത് നോക്കി അഴിച്ചെടുക്കാം. ഇപ്പം ഈ അർമേച്ചറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കറണ്ട് എത്തിക്കുക എന്നാണ് ബ്രഷിൻ്റെ ധർമ്മം. അപ്പോൾ ഇതിൽ കറണ്ട് എത്തിക്കഴിയുമ്പോൾ ഈ ഫീൽഡാണ് ഇത്. ഫീൽഡിലും കറണ്ട് വേണം. അപ്പം ഇത് രണ്ടും ഒരു കാന്തമായിട്ട് ആക്ട് ചെയ്യും. അപ്പം ആകർഷിക്കുകയും വികർഷിക്കുകയും അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിട്ടാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ ബ്രഷ് ഇടുന്നത് കാണിച്ചു തരാം. ബ്രഷ് ഇട്ട് കഴിയുമ്പോൾ ആ കറക്റ്റ് ആർമേച്ചറിൽ വൈദ്യുതി എത്താനായിട്ടാണ് ബ്രഷ് ഇടുന്നത്. അതപ്പം അവിടെ കറങ്ങുമ്പോൾ അത് അവിടെ ഇങ്ങനെ മുട്ടിയിരുന്നോളൂ. സ്പ്രിങ് ഉള്ളതുകൊണ്ട് കറക്റ്റ് അത് അതിലോട്ട് ഫിറ്റായിട്ട് ഇരിക്കും. ഇപ്പോൾ ആർമേച്ചർ അവിടെ വെച്ച് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് തിരിച്ച്
ജോയിൻ്റ് ചെയ്യാം. വെറുതെ അഴിച്ചതാണ്, ആവശ്യമില്ലാത്ത കാര്യമാണ്. അഴിക്കുമ്പോൾ നമ്മൾ നോക്കി അഴിക്കണം, ഇല്ല തിരിച്ച് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെയൊക്കെ വരും. ആർമേച്ചർ വെച്ചു, ഫീൽഡ് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ചു, പിന്നെ അടിയിലത്തെ ക്യാപ്പ് എടുത്ത് വെച്ചു. അതിനുശേഷം സ്ക്രൂ ഇട്ട് അത് മുറുക്കാം. വളരെ പഴക്കമുള്ള മോട്ടറായതുകൊണ്ടാണ് മൊത്തം കറുത്ത് കരിയൊക്കെ പിടിച്ചിരിക്കുന്നത്. ഈ ബ്രഷ് ഇത് കറങ്ങുമ്പോൾ ഇതെപ്പോഴും തേയുന്നുണ്ടാകും. അപ്പം തേഞ്ഞ് ആ കരിയൊക്കെ വീണ് മൊത്തം നമുക്ക് കരിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇങ്ങനെ അഴിക്കുവാണെങ്കിൽ. ഇതിനുള്ളൊരു 8-ൻ്റെ സ്പാനറാണ്, അതാണ് ആ നെറ്റ് ബോൾട്ട് മുറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ടൈറ്റായിട്ട് മുറുക്കണം, ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുമ്പോൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. നല്ല RPM-ലാണ് കറങ്ങുന്നത്, അപ്പം കറക്റ്റ് ഫിറ്റായിട്ടിരുന്നില്ലെങ്കിൽ ഭയങ്കര അപകടം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ബ്രഷ് ഇട്ട് കൊടുക്കാം, പുതിയ ബ്രഷ്. സിമ്പിളാണ്. ബ്രഷ് അങ്ങോട്ട് വെച്ചിട്ട് ആ ക്ലിപ്പ് ഇട്ടാൽ മതി. ഇച്ചിരി ഒരു സ്പ്രിങ് ടൈറ്റാക്കി പിടിക്കണം. എന്നിട്ട് ആ ഒരു ക്ലിപ്പ് അതിലോട്ട് ജോയിൻ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒരു സൈഡിലെ ബ്രഷ് ഇട്ടു, അതുപോലെ അടുത്ത സൈഡിലെ ബ്രഷും ഇടാം. നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറൊക്കെ ബ്രഷ് ഇല്ലാത്ത മോട്ടറാണ്. അത് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയും അതുപോലുള്ള മോട്ടറുകൾക്ക്. ഇത് ബ്രഷുള്ള മോട്ടറാണ്. ഇപ്പോൾ 2 സൈഡിലെയും ബ്രഷ് നമ്മൾ ഇട്ടു. ഇനി ഇത് തിരിച്ച് നമ്മുടെ മിക്സിയുടെ ഫ്രെയിമിനകത്ത് വയ്ക്കണം. അതെല്ലാം കറക്റ്റാണോ എന്ന് ഒന്നുകൂടെ നോക്കുക, അത് സുഗമമായിട്ട് കറങ്ങുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. അവിടെ ഒരു വാഷർ പോലൊരു സംഭവം ഉണ്ട്, അങ്ങോട്ട് അതിൻ്റെ നോക്കി വയ്ക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ ആ ക്യാപ്പ് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം സ്ക്രൂ വിട്ട് അത് മുറുക്കാം. ഇനി അതിൻ്റെ കണക്ഷൻസ് കൊടുക്കണം. ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കിയാണ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ കണക്ഷൻസ് മാറിപ്പോകും. കറക്റ്റ് അതുപോലെ തന്നെ തിരിച്ച് ജോയിൻ്റ് ചെയ്യുക കണക്ഷൻസ് എല്ലാം. എല്ലാം ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അതെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. പിന്നെ നമുക്ക് അതിനുള്ള സപ്ലൈക്കുള്ള വയർ കൊടുക്കാം. ഇത് ന്യൂട്രൽ നേരെ മോട്ടറിലേക്കാണ് കൊടുക്കുന്നത്, അത് നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാം. ബ്ലാക്ക് വയർ അതുപോലെ എർത്ത് അവിടെ സ്ക്രൂ ചെയ്ത് മോട്ടറിൻ്റെ ബോഡിയിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇനി ഫേസ് അതിൻ്റെ ഒരു കൺട്രോളർ വന്നിട്ടാണ് പോകുന്നത്. അത് ഹീറ്റായി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഓവർലോഡൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നിൽക്കാനുള്ള ഒരു റെഗുലേറ്ററാണ്. അതേ വന്നിട്ടാണ് ഫേസ് അതിൻ്റെ കൺട്രോളറിലേക്ക് പോകുന്നത്. ഇത് നമുക്ക് നിസ്സാരമായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വെറും 20 രൂപ മുടക്കി നമുക്ക് കേടാവുന്ന മിക്സി നന്നാക്കി എടുക്കാം. കൂടുതൽ കേസസും ഇതുപോലെ ബ്രഷ് തീർന്നു പോകുന്നതൊക്കെ ആയിരിക്കും. നമ്മളെല്ലാം കണക്ഷനെല്ലാം ഇനി കറക്റ്റാണോ എന്ന് നോക്കണം. ജസ്റ്റ് എല്ലാം എവിടെയെങ്കിലും ഇല്ലാതെ കണക്ഷൻ കൊടുക്കാതെ ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കത് അടയ്ക്കാം. ജസ്റ്റ് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ആ ഒരു വീല് ഇട്ട് കൊടുക്കുക.
ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വർക്ക് ചെയ്യേണ്ടതാണ്. ഓണാക്കാം. വർക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. മിക്സി ശരിയായി. നമ്മൾ വിജയകരമായി മിക്സി നന്നാക്കി. അതിൻ്റെ ബ്രഷ് പോയതായിരുന്നു, ബ്രഷ് നമ്മൾ മാറ്റിയിട്ടു. അപ്പം നിങ്ങൾക്കാണെങ്കിലും ചെറിയ ചെറിയ കംപ്ലയിൻറ്റ് വരുമ്പം കടയിൽ പോകേണ്ട കാര്യമില്ല. ഇതുപോലെ ബ്രഷ് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ അളവ് നോക്കി അതേ അളവിലുള്ള ബ്രഷ് മേടിച്ച് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ സർവീസുകളൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസ് പുറകെ വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി.